ഈ സിനിമയിൽ ഞാൻ ഇടയ്ക്ക് പറഞ്ഞു ഈ മാഫിയയുടെ കയ്യിലാണോ സിനിമ? മട്ടാഞ്ചേരി മാഫിയ മാഫിയ ഉണ്ട്, ചുമ്മാ പറയുന്നില്ല. അല്ല, ഉണ്ട് 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 100% ഉണ്ട്. കാരണം വെച്ചാൽ നമ്മൾ പറഞ്ഞില്ല, ഞാൻ സിനിമ ചെയ്ത് കൊണ്ടുവന്നത് ഒരു 20 ലക്ഷം മുതൽ 30 ലക്ഷം വരുന്ന എൻ്റെ ബഡ്ജറ്റ്. അന്ന് 3 കോടി മുതൽ 5 കോടി രൂപയാണ് മാക്സിമം ബഡ്ജറ്റ്. അതെ, ഏറ്റവും വലിയ സിനിമ. സുനിലറിയാവോ ഇവിടെ എത്ര തിയേറ്ററിൽ പടം ഓടുന്നു? കയറി വന്ന 200, വേണ്ട 300 ഓടിക്കാം. മൾട്ടി റിലീസാണെങ്കിൽ ഇപ്പോഴത്തെ കളക്ഷൻ കുറയും. ഇപ്പം എറണാകുളത്ത് 4 തിയേറ്ററിൽ പടം കളിച്ചാൽ ലോങ് റൺ കിട്ടില്ല. ഒരാഴ്ച കൊണ്ട് പടം ഏകദേശം മടങ്ങും, ഇല്ലേ? എങ്ങനെയാലും വരാവുന്ന കളക്ഷൻ ഒന്നേ ഉള്ളൂ. അപ്പോൾ ഒരു 100 രൂപയുടെ ടിക്കറ്റ് വിട്ടാൽ 28 രൂപയാണ് പ്രൊഡ്യൂസർ കയ്യിലെത്തുക. 100 കോടിയുടെ ഒരു സിനിമ 100 കോടി കളക്ട് ചെയ്താൽ 28 ലക്ഷം, അല്ല 28 കോടി അല്ല 100 കോടിയാണ് 28 കോടി. അപ്പോൾ 100 കോടി അല്ലെങ്കിൽ 300 കോടി മുടക്കുന്ന ഒരു സിനിമ സക്സസ് ആണെങ്കിൽ 1000 കോടി കളക്ട് ചെയ്യണം. അതെ അതെ, ഇതിൻ്റെ 3 ഇരട്ടി. 100 കോടിക്ക് 300 കോടി കളക്ട് ചെയ്യണം. അങ്ങനെ സിനിമ കളക്ട് ചെയ്യുന്നുണ്ടോ കേരളത്തിൽ? ഇല്ല. പിന്നെ എങ്ങനെ ഈ സിനിമ ഉണ്ടാവുന്നത്? 100 കോടിക്ക് 200. ഈ 100 കോടി 200 കോടി എന്തിനാണ് കളയുന്നത്? ഇപ്പം തന്നെ ഒരു സിനിമ ഗോകുലം 3 വർഷത്തായി തുടങ്ങിയിട്ട് ഒരു ഇവിടെ സെറ്റ് ഇട്ടിട്ട് 300 കോടി ആയി എന്ന് പറഞ്ഞു. എനിക്കറിയില്ല ഇതെങ്ങനെയാണ് സക്സസ് ആവുക. അപ്പോൾ ഈ വേറെന്തോ ട്രാൻസാക്ഷൻ. അപ്പോൾ ഇതിൽ ട്രാൻസാക്ഷൻ ഉണ്ട്. ഇപ്പം നടന്മാർക്കാണെങ്കിൽ വലിയ ടാക്സ് അവർ കൊടുക്കുന്നത്, ഇല്ലേ? 40% ടാക്സ് കൊടുക്കണ്ടേ, ഇൻകം ടാക്സ് കൊടുക്കണ്ടേ? 14 മുതൽ ഇങ്ങനെ വരുമല്ലോ, കൂടി വരുമല്ലോ. അപ്പോൾ ഇത് ഫോറിൻ മണി ആവണമെങ്കിൽ ഇവിടെ ഓടാത്ത പടം ദുബായിൽ കോടികൾ കളക്ട് ചെയ്യുന്നു. ദുബായിൽ ആകെ 2 തിയേറ്റർ 3 തിയേറ്റർ കളിക്കുന്നത്. ആകെ എത്ര മലയാളികളുണ്ട് ദുബായിൽ? കേരളത്തിലുള്ള മലയാളി ഇല്ലല്ലോ എന്തായാലും. അപ്പോൾ ഇവിടെ കിട്ടാത്ത കളക്ഷൻ ദുബായിൽ നിന്ന് കിട്ടുന്നു, അമേരിക്കയിൽ നിന്ന് കിട്ടുന്നു, ചൈനയിൽ നിന്നൊക്കെ കിട്ടുന്നു. വലിയ അത്ഭുതമല്ലേ? അപ്പോൾ മാഫിയ അവിടെ തീരുമാനിച്ചാൽ മതി. ട്രാക്ക് മനസ്സിലായി. പണ്ടൊക്കെ ഈ സൂപ്പർ സ്റ്റാറുകൾക്ക് ഈ അഭിനയിക്കുന്നതിൻ്റെ കാശ് കൂടാതെ ഓവർസീസ് കൊടുക്കണം, സാറ്റലൈറ്റ് ഓവർസീസ്. അപ്പോൾ ഓവർസീസ് എന്ത് കിട്ടും? വൈറ്റ് മണിയാക്കാം. അവിടെ ഇതേതാ കാശ്? അത് ഗൾഫിൽ ഓടിയിട്ട് കിട്ടി. അതിന് ടാക്സ് കൊടുക്കണ്ട. അവരുടെ എൻ്റർപ്രൈസ് തുടങ്ങിയാൽ മതിയല്ലോ. ഫോറിൻ മണി നമ്മൾ അവിടുന്ന് അധ്വാനിച്ചുണ്ടാക്കുന്നതിന് ഇവിടെ ടാക്സ് ഇല്ലല്ലോ. അതേപോലെ നഷ്ടം കാണിക്കാൻ വേണ്ടിയിട്ട് സിനിമ ഉണ്ടാക്കുന്നുണ്ട്. എനിക്കനുഭവമുണ്ട്. എന്നെക്കൊണ്ട് നഷ്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിനിമ ഉണ്ടാക്കി. ഞാനറിയില്ല അത്. അവർ പടം ഓടിച്ചില്ല. ഓടേണ്ട പടം പടം ഇറക്കിയാൽ മതി, പടം ചെയ്താൽ മതി. പടം അതിന് ഭയങ്കര കാശിലാക്കി. അപ്പോൾ അത് അങ്ങനെ ഒരു മാഫിയ. അത് പിന്നെ അടുത്ത മാഫിയ ഏതായത്? ഇസ്ലാമിക് മാഫിയ വന്നത്. ഹലാൽ സിനിമയാണ് ഒരു വഴിക്കാക്കിയത്. ഞാനൊക്കെ സിനിമ ചെയ്യുമ്പോൾ ഗണപതിക്ക് തേങ്ങ അടിച്ച്, ജാതിയില്ല മതമില്ല, കുറച്ച് കുനിഷ്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ജഗദീനെ ആശാരി എന്നൊക്കെ വിളിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പഴയ ഈ നായർ മൂത്ത നാരന്മാരൊക്കെ ഉണ്ട്. നമ്മൾ പേരൊന്നും പറയണ്ട. അന്ന് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഇത്തിരി ഇതുണ്ട്. പക്ഷേ പരസ്പരം ബന്ധപ്പെട്ടിട്ട് എല്ലാം ജീവിക്കുന്നത്. കളിയാക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും ചെറിയ ജാതിക്കറുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് മലയാള സിനിമയിൽ. പക്ഷെ മുഴുവൻ മുസ്ലിങ്ങളെ മാത്രം വെച്ച് സിനിമ എടുത്ത് ചരിത്രം. ഇപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ്, ഇത്തവണത്തെ സ്റ്റേറ്റ് അവാർഡും ഭയങ്കര രസമാണ്. അപ്പോൾ ഒരു ഇസ്ലാമിക് തുടങ്ങി വെച്ചത് മുസ്ലിങ്ങളല്ല തുടങ്ങി വെച്ചത്. എൻ്റെ അടുത്ത് വന്നിരുന്നു സുല്ല, തമാശ വന്നില്ല. എൻ്റെ അടുത്ത് ഈ ടീം വന്ന് 2 കോടി രൂപ തരാം. അതായത് 25 ലക്ഷം രൂപയ്ക്ക് ഞാൻ സിനിമ ചെയ്യുമ്പം 2 കോടി മുടക്കാം. ഞാൻ ചോദിച്ചു സബ്ജക്റ്റ് കേൾക്കണം എനിക്കത്. സബ്ജക്റ്റ് കേട്ടപ്പോൾ എന്താ സംഭവം? ലവ് ജിഹാദാണ്. അപ്പോൾ അതിൻ്റെ എൻഡ് ഈ വലിയ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ അവസാനം ഈ ഹിന്ദു പെൺകുട്ടി വീട്ടിലോട്ട് വരുമ്പോൾ ഉമ്മ അസ്സലാമു അലൈക്കും മോളെ എന്ന് പറഞ്ഞ് അകത്തേട്ട് കൈ പിടിച്ച് കയറ്റുന്നതാണ് സിനിമയുണ്ട്. ഞാൻ എൻ്റെ ഞാനൊന്ന് മാറ്റും. എന്താണെന്ന് വെച്ചു, അത് ഈ പെണ്ണിങ്ങോട്ട് വരിക. അപ്പോൾ ഈ ഉമ്മ പറയാ, മോളെ നീ ഇവനെ സ്നേഹിച്ച് വന്നല്ലേ, അപ്പുറത്തൊരു മുറിയുണ്ട്, നിൻ്റെ ശിവനെയോ നിൻ്റെ ഗണപതിയോ നീ പ്രാർത്ഥിച്ച് നീ അവിടെ കഴിയും. നീ മതം സ്നേഹിച്ച് വന്നല്ലോ. എനിക്ക് നിന്നെ എൻ്റെ മതത്തിലേക്ക് കൂട്ടാൻ താല്പര്യമില്ല. മോളായിട്ട് തന്നെ എൻ്റെ മകൻ്റെ കൂടെ ജീവിക്കുക. ഞാൻ പറഞ്ഞു നല്ല കൈയ്യടി കിട്ടും, പറ്റുമെന്ന് വെച്ചു. പിന്നെ അവനെ കണ്ടിട്ടില്ല, സ്റ്റോപ്പ് ബ്ലോക്കിൽ മാഞ്ഞുപോയി.
മനുഷ്യായി. വാനിഷായി. അവർ സിനിമ ചെയ്തു കേട്ടോ, ആ സിനിമ അവിടെ ചെയ്തു. എറണാകുളത്ത് ഒരാൾ ചെയ്ത് മനസ്സിലായി. എൻ്റെ കുറേ കാശ് പോയിന്ന് മാത്രം ഈ ധർമ്മം പിടിച്ച്. നമുക്ക് കുറേ കാശ് നമുക്ക് കിട്ടേണ്ട കാശൊക്കെ നമ്മൾ ഈ ധർമ്മം പറഞ്ഞു കളയാം. അതെ അതെ. ഇപ്പോൾ ഒരു പുതിയ പടത്തിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ, ഈ മലയാള സിനിമയിലൊരു വലിയ സംഭവം. എനിക്ക് ആരും ഡേറ്റും തരില്ല, എൻ്റെ അടുത്ത് കാശും ഇല്ല. സിനിമ ഉണ്ടാക്കണ്ടേ, അതുകൊണ്ട് ഞാനൊരു AI സിനിമ ഉണ്ടാക്കുക. AI സിനിമയാണ് അത് സംഭവം. ഫുൾ AI, കഥാപാത്രങ്ങൾ AI, പാട്ട് AI. അല്ല, അതൊക്കെ ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യുമോ അവരെ കണക്കണ്ട? തീർച്ചയായിട്ടും. കാരണം ഞാൻ അങ്ങനെയല്ല, ഇപ്പം AIയുടെ സ്വാധീനം എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. അത് ശരിക്കും സിനിമ പോലെ സാധാരണ സിനിമ, രജനീകാന്തിൻ്റെ ഒരു സിനിമ അല്ലല്ല, അതുപോലല്ല. അല്ല, ടെക്നിക്കൽ സിനിമയല്ല അത്. പിന്നെ നാട്ടിൻപുറത്തെ ക്യാരക്ടേഴ്സ്. ശരിക്കും നമ്മൾ നാട്ടിൻപുറത്ത് വന്ന് വീട്ടിൽ വന്നിട്ട് പ്ലംബിങ് വർക്ക് ചെയ്യുന്ന 4 പിള്ളേർ, തൊഴിലില്ലാത്ത 4 പിള്ളേരുടെ ജീവിതം, പിന്നെ അനാഥരാക്കപ്പെട്ട ഒരു 4 വയസ്സന്മാർ. കാർട്ടൂൺ പോലൊന്നുമല്ല, ഒന്നുമല്ല, പച്ചയായിട്ട് ജീവിതം. അതായത് സിനിമ കാണുന്ന പോലെ. നിങ്ങൾക്ക് അത് AI എന്ന് പറയാൻ പറ്റില്ല. ഞാനത് ഇട്ട് കഴിഞ്ഞാൽ മിക്കവാറും സില്ലു പറയും, ഇത് ഞാൻ നിങ്ങളെ പറ്റിക്കുകയാണ്, ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് കാണിച്ചാന്ന് പറയും. അത്രയ്ക്കും റിയാലിറ്റിയാണ് ചില കാര്യങ്ങൾക്ക് മാത്രം. കാരണം നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം മുണ്ടെടുത്തിട്ട് ഓടുക എന്ന് പറഞ്ഞാൽ AI പറ്റില്ല, മുണ്ടുപിടിപ്പിക്കാൻ പറ്റില്ല. പിന്നെ ക്രൗഡിനൊക്കെ ഒരു കുഴപ്പമുണ്ട്. ഇന്ത്യൻ ക്രൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് തൊട്ടിട്ട് അങ്ങനെ കുറേ പരിമിതികളുണ്ട് ഇതിന്. ഇപ്പം ക്ഷേത്രങ്ങളുടെ കൾച്ചർ കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ ഇൻപുട്ട് കൊടുക്കേണ്ടി വരും. നമ്മുടേതായിട്ടുള്ള ക്ഷേത്രം എന്താണെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യണം. അത് നമ്മളൊരു ഫോട്ടോ ഇട്ടിട്ട് ഒക്കെ മാറ്റേണ്ടി വരും. അങ്ങനെ നമുക്ക് അങ്ങനെയും ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട്, ഞാനിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. ഒരു 90% ഫീമെയിൽ ആർട്ടിസ്റ്റും മോഡൽസ് അല്ല, ഞാൻ തന്നെ അഭിനയിക്കുക. അത് ശരി. നമ്മുടെ ഒരു രൂപം ഉണ്ടാക്കിയിട്ട് നമ്മൾ അഭിനയിക്കും. പിന്നീട് അതിന് ഫീമെയിൽ, അതും ഏറ്റവും ഞാൻ അഭിനയിച്ച എൻ്റെ ശബ്ദത്തിന് ഫീമെയിലാക്കാം. നമ്മൾ വിചാരിക്കുന്നില്ല. ഞാൻ കേട്ട് കുറച്ച് മുമ്പ് പാട്ടുകൾ എന്തു മെലഡിയൊക്കെയാണ് മലയാളത്തിൽ. ഇതിൻ്റെ കംപ്ലീറ്റ് 6 ഞാൻ ചെയ്തിരിക്കുന്നത്. ശരി, കംപ്ലീറ്റ് 6 ചെയ്തിരിക്കുന്നത് ഈ AI-ലാണ്. നമ്മളെന്തറിയോ, നമുക്കൊരു ഇന്ത്യയിൽ അങ്ങനെ സിനിമ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ല. ഇപ്പം പലരും പറയുന്നുണ്ട് ഞങ്ങൾ AI സിനിമ ഉണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ കണ്ടു നോക്കുമ്പോൾ ഈ AI ടെക്നോളജി ഉണ്ടല്ലോ, ഇത് ഫ്ലൈങ് സോസർ വരുന്നത്, കുറേ ഗിമ്മിക്സ് കാണിക്കുന്നത്, അത്തരം സിനിമകളല്ലാതെ അതിലൊരു ഫീച്ചർ ഫിലിം എന്ന് പറഞ്ഞാൽ അത് ഞാൻ നാടൻ സിനിമ. AI-ലൊരു നാടൻ സിനിമ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇന്ന് വരെ ലോകത്ത് വന്നിട്ടില്ല. പേരൊക്കെ ആയോ സിനിമയ്ക്ക്? പേരിട്ടില്ല, പേര് ലാസ്റ്റ് ഇടാൻ വിചാരിച്ചു. എന്നത്തേക്ക് വരും? ജനുവരി റിലീസ്. പക്ഷേ ഞാനത് കേട്ടിട്ട് 2 പാട്ടെന്ന് കേൾപ്പിച്ചല്ലോ. 2 പാട്ടും അതിമനോഹരം. ആരാ പാടിയത്? കമ്പ്യൂട്ടർ പാടിയത്. അപ്പം അത് മനുഷ്യൻ്റെ ശബ്ദമാണല്ലോ. മനുഷ്യൻ്റെ ശബ്ദം തന്നെയാണ്, കമ്പ്യൂട്ടറായി പാടുന്നത് മാത്രമാണ്. അത് വേണമെങ്കിൽ നമുക്ക് ഇനിയും നമുക്ക് ഇപ്പോൾ സുനിലിൻ്റെ ശബ്ദം വേണം വിചാരിക്കുക. എനിക്ക് സുനിൽ കുറച്ച് നേരം എൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞാൽ മതി, റെഡിയാക്കി എടുക്കാം. ഞാൻ ആ സുനിലിൻ്റെ ഒരു 10 സെക്കൻഡ് വേണം മിനിമം. ആ 10 സെക്കൻഡ് ഇപ്പോൾ നാളെ സുനിലിന് ഇപ്പോൾ ഇവിടെ ഈ പ്രോഗ്രാം അവതരിപ്പിക്കാൻ സുനിൽ വേണ്ട. സുനിലിന് വേറൊരു സുനിൽ ഉണ്ടാക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഡയലോഗ്. സുനിൽ പറയേണ്ട ഡയലോഗ് കൊണ്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ സുനിൽ അവിടെ ഇരുന്ന് പറയും. ഭയങ്കര എക്സ്പെൻസീവ് ആണോ? ടെക്നോളജി എക്സ്പെൻസീവ് അല്ല, പക്ഷേ ഇതിൻ്റെ പ്രയത്നം ഭയങ്കര എക്സ്പെൻസീവാണ്. കാരണം ഞാനിപ്പോൾ 6 മാസമായി. 6 മാസം ഞാൻ രാവിലെ 6 മണി മുതൽ ഏകദേശം രാത്രി 10 മണി വരെ ഒരൊറ്റ ഇരിപ്പാണ്. അതേ സമയത്ത് നമ്മളൊരു 4 താല്പര്യമുള്ള പിള്ളേരുണ്ട് വിചാരിക്കുക, അത്യാവശ്യം ഗ്രാഫിക്സും കാര്യങ്ങളും അറിയാവുന്നത്. നമ്മൾ കുറച്ച് പണവും മുടക്കി കഴിഞ്ഞാൽ 1.5 മാസം കൊണ്ട് സിനിമ ഉണ്ടാക്കുക. ഇപ്പം ഞാനൊരു സീൻ ചെയ്യുന്നു, നമ്മളതിൻ്റെ ഒരു സ്റ്റോറി ബോർഡ് ഉണ്ടാക്കിയിട്ട് ഒരു 10 പേര് ഇരിക്കുകയാണെങ്കിൽ വളരെ ഗംഭീരമായിട്ട് സിനിമ. ഇതിപ്പോൾ ഞാൻ എന്നെ എല്ലാം ചെയ്യണം. ഇത് ഞാൻ തന്നെ ഡബ് ചെയ്യണം, ഞാൻ അഭിനയിക്കണം, ഞാൻ ഇമേജ് ഉണ്ടാക്കണം, ഞാൻ തന്നെ പാട്ട് എഴുതണം, ഞാൻ തന്നെ മ്യൂസിക് ചെയ്യണം. ഇപ്പോൾ ഈ എല്ലാ മ്യൂസിക്കൊക്കെ ചെയ്യുമ്പോൾ സംഗീതത്തിൻ്റെ രാഗങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇനി രാഗം വേണോ? സുനിൽ പറയാണ് ബോബാളം വേണമെന്ന് പറഞ്ഞാൽ ബോബാളത്തിൽ പാട്ട് ചെയ്തിരുന്നു. അതൊക്കെ അറിയാം. അപ്പോൾ ഈ അതല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയാം അത് പിടിച്ചിട്ട് ഇങ്ങോട്ട് ഇട്ടുതരും, എൻ്റെ പാട്ടാക്കി ഇട്ടുതരും. അപ്പോൾ ഇനി കുറയുമ്പോൾ ഈ മേഖലയിലുള്ള ആളുടെയൊക്കെ പണി പോകില്ല. പണി പോകും, പണി വേറെ വരും. ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഇപ്പം മേഖലയിലുള്ള ആൾക്കാർക്ക് ഈ പണി ചെയ്യാം. ഇപ്പം ഇവർക്കൊരു ചെയ്താൽ ഞങ്ങൾക്ക് എന്താ ഇല്ല, അതിൻ്റെ ബേസിക് ട്യൂണ് ഈ മ്യൂസിക് ഡയറക്ടറാണ്. ഞാൻ കൊടുക്കുന്ന ട്യൂണാണ് കമ്പ്യൂട്ടർ ഓർക്കസ്ട്രേഷൻ ചെയ്തു വരുന്നു. ഇല്ല, നമ്മൾ കൊടുക്കുന്ന ട്യൂണിലാണ്. പിന്നെ ഒരുപാട് പണി പോയിട്ടുണ്ട് സിനിമ. ഫിലിം, കെമിസ്ട്രി ഉണ്ടായിരുന്നു അല്ലേ, കെമിക്കൽ ഉണ്ടായിരുന്നു, അതെ, ഫിസിക്സ് ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. ഒക്കെ പോയി ഇപ്പോൾ ഡിജിറ്റലായി. അതെ,
പക്ഷേ AVM പൂട്ടിയിട്ടില്ല, പ്രസാദ് ലാബ് പൂട്ടിയിട്ടില്ല. ലാബേ പോയിട്ടുള്ളൂ, അവിടെ മറ്റ് മേഖലകൾ വന്നു. അവർ അഡ്വാൻസ് ചെയ്തു. അപ്പം നമ്മളിപ്പം സിനിമയിൽ ഇപ്പം ഞാൻ പറയുന്നത് ആർട്ട് ഡയറക്ടർ എനിക്ക് ഉപയോഗിക്കാം. ഒരു മിനിയേച്ചർ ചെയ്യുക, എനിക്കൊരു പള്ളി വേണം, വരച്ച് അയാൾ നന്നായിട്ട് വരച്ചുണ്ടാക്കി തന്നാൽ ഞാനതിനെ ലൈഫിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഉണ്ടാക്കണ്ട, ഏത് സെറ്റ് ഇട്ട് പിടിക്കൊന്നും വേണ്ട. ഒരു മിനിയേച്ചർ ഉണ്ടാക്കുക. അതല്ലെങ്കിൽ വെറുതെ നന്നായി ഡിസൈൻ, കമ്പ്യൂട്ടർ ഡിസൈൻ കൂടെ തന്നാൽ മതി. 3D ചെയ്യണം, 3D ചെയ്യുക. അപ്പോൾ ഇവർക്കൊക്കെ പണി അവർ അഡ്വാൻസ് ചെയ്താൽ മതി. കമ്പ്യൂട്ടർ വന്നപ്പോൾ ഇങ്ങനെയായിരുന്നു, കമ്പ്യൂട്ടർ വന്നാൽ പണി പോകുന്ന പോലെയാണ്. ഇനി കോസ്റ്റ്യൂം വിചാരിച്ചോ, കോസ്റ്റ്യൂം തയ്ക്കണ്ട, അയാൾ പെയിൻറ്റിങ്ങിൽ ഡിസൈൻ ചെയ്ത് തന്നാൽ മതി. അയാൾ ഡിസൈനറായിട്ട് മാറണം. ഒരു തയ്യൽക്കാരൻ കാരണം അവനും ഡിസൈൻ ചെയ്തിട്ടാണല്ലോ തയ്ക്കുന്നത്. അത് അവൻ്റെ മകനെ പിടിച്ച് ഗ്രാഫിക്സ് പഠിച്ചിട്ട് എടാ അതിൻ്റെ കോളർ ഇങ്ങനെയാക്ക്, അതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാക്ക്, ഫ്ലവറി ആക്ക്, അയാൾക്കത് ഡിസൈൻ ചെയ്യാൻ പറ്റും. മനസ്സിലായി. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോ ഈ മേഖലയിൽ ചെയ്യുന്ന ഇപ്പം പണി കുറയുക എന്ന് പറഞ്ഞെങ്കിൽ ഫ്ലൂട്ടിസ്റ്റ് അതല്ലെങ്കിൽ ഓർക്കസ്ട്രേഷൻ വരുന്നല്ലോ, അതൊരു പ്രശ്നമാണ്. അത് അവർക്ക് അപ്പോൾ അവർ വേറെ മേഖലയിലേക്ക് പോകണം, അവർ ഈ പണിയെടുക്കണം. മനസ്സിലായി. അവർക്ക് സംഗീതം അറിയല്ലോ, അവരൊക്കെ മ്യൂസിക് ഡയറക്ടർ ആയിക്കോട്ടെ. അതെ അതെ അതെ, ആ കറക്റ്റ്. അവർക്ക് മ്യൂസിക് ഒന്നും അറിയാത്ത ഞാൻ ഈ ശ്രുതിയും വെച്ചിട്ട് ഞാൻ പാട്ട് പാടിയിട്ട് അസാലായിട്ട് പാട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ എത്ര മെലഡി അസാധ്യമാണ്. എനിക്ക് തോന്നുന്നു ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആളുകൾ ആ മെലഡി പാടിക്കൊണ്ടാണ്. അതേപോലെ അതിൽ ഒരു കാലൻ്റെ പാട്ടുണ്ട്, കേട്ടില്ല പാട്ടാണ്, ഗംഭീര പാട്ടാ. അത് തിയേറ്റർ നമ്മൾ മൊബൈലിൽ കേട്ടാൻ പറ്റില്ല, അത് ഫുൾ ബേസിലാണ്. അതെ അതെ. അങ്ങനെ അത് കുറച്ചും കൂടി 5.1 വരുമ്പോൾ ഭയങ്കരമായിട്ട് എഫക്റ്റ് ആക്കി. അപ്പോൾ ഇത് ഞാനിപ്പോൾ എനിക്കൊരു സ്വഭാവമുണ്ട്. ഇപ്പം സിനിമയിൽ ആദ്യമായിട്ട് സ്റ്റിൽ ക്യാമറ വെച്ച് സിനിമ ഉണ്ടാക്കുന്ന ചെയ്തത് ഞാനാ 2010 ഇവിടുത്തെ. ഇപ്പോൾ ഒരുപാട് സിനിമകൾ അങ്ങനെ ചെയ്തു. FFKയിൽ ഉണ്ണികൃഷ്ണൻ എന്നെ പിടിച്ച് മൂക്ക് മുറിക്കുന്നു പറഞ്ഞു. ഞാൻ കുറേ യുദ്ധം ചെയ്തിട്ടുണ്ട് ഇവിടെ. അതായത് ഈ പറയുന്ന സിനിമ എനിക്ക് നല്ലൊരു ജീവിതം അല്ലെ സിനിമയിൽ തന്ന തിലകനെ ഈ ഇൻഡസ്ട്രി വിലക്കി. ആ കളവനെ വെച്ചിട്ട് ഇനി ആരും സിനിമയിലെന്ന്. അപ്പോൾ എന്നാ അത് ചെയ്തിട്ട് ഞാനൊരു സിനിമ അങ്ങ് ചെയ്തു. അയാളെയും ഒരു ചെറിയ ഒറ്റയ്ക്ക് ഇപ്പോഴും സൂര്യ ഇടയ്ക്കിട്ട് കിടാറുണ്ട്. അച്ഛൻ പറഞ്ഞു നല്ല സിനിമയാണ്. എൻ്റെ മൂക്ക് മുറിക്കും, കഴുത്ത് മുറിക്കും, തല്ലുന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ ഇവിടെ വിളിച്ചിരുത്തി തല്ലനൊക്കെ നോക്കിയിട്ടുണ്ട്. ഞാൻ പിന്നെ പറഞ്ഞു നീ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ ഞാൻ നക്സലൈറ്റാണ് എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ഇവർ ഉപേക്ഷിച്ചു. ഇവർ എൻ്റെ സിനിമ റിലീസ് ചെയ്യില്ലെന്ന് പറഞ്ഞു. ഞാൻ റിലീസ് ചെയ്തു. അച്ഛൻ 4 തിയേറ്ററിൽ. എനിക്കത് മതിയേ. ഇപ്പം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളില്ലാണ്ടാവില്ല, യൂട്യൂബ് കിടക്കല്ലേ. അതെ അതെ അതെ, നമ്മളുണ്ടാക്കുന്ന യൂട്യൂബിൽ കാണാം. അപ്പം ഞാൻ മലയാളം ഇപ്പം ഇന്ന് പിള്ളേർ ഈ ആദ്യമായിട്ട് FCP എന്നാണ് എഡിറ്റിങ് തുടങ്ങിയത്. ഞാൻ കൊണ്ടുവന്നാ 2000 ആപ്പിൾ വെച്ചിട്ട് സിനിമ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാനാണ് പ്രൂവ് ചെയ്തത്. 70 വെച്ച് സിനിമ ചെയ്യാൻ പറ്റുമെന്ന് ഞാനാണ് പ്രൂവ് ചെയ്തത്. ഇപ്പം ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നു AI സിനിമ ഉണ്ടാക്കാൻ പറ്റും. ഏതായാലും ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ ഒരു വലിയ നാഴികക്കല്ലാണ്. ഇത് ഒരുപാട് ചെറുപ്പക്കാർ മുമ്പ് കേട്ടിരുന്നു ജയനെ വെച്ച് ഇങ്ങനെ സിനിമ ചെയ്യാൻ. പക്ഷെ അത് 3Dയിലാണ്. അതൊന്നും നമ്മളെ കൊണ്ട് താങ്ങില്ല. ഇതിപ്പോൾ നമുക്കൊരു സെറ്റ് അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണമെങ്കിൽ സെക്കൻഡിന് ഒരു ഓർഡർ കൊടുത്താൽ മതി. ബ്ലാസ്റ്റായി. അപ്പോൾ നമുക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നവരുണ്ട്. എനിക്കാണെങ്കിൽ ഇംഗ്ലീഷ് വലിയ പിടുത്തമില്ല കേട്ടോ. ഇത് പ്രോംപ്റ്റ് പറയണ്ടേ. പിന്നെ ഇപ്പം കമ്പ്യൂട്ടറിന് എൻ്റെ ഇംഗ്ലീഷാണ് ഇഷ്ടം. കമ്പ്യൂട്ടർ പഠിച്ചു. കമ്പ്യൂട്ടർ ഇതിൽ മിനിമൈസ് ചെയ്യാൻ അവർക്ക് താല്പര്യം. ഏത് സാഡ് ഫീലിംഗ്, ആംഗ്രി ഫീലിംഗ് മതി. കമ്പ്യൂട്ടറിനകത്ത് മനസ്സിലായി. ഇടത്തോട്ട് നോക്കുന്നു, വലത്തോട്ട് നോക്കുന്നു, ദേഷ്യത്തോടെ നോക്കുന്നു, ഇത്രയും മതിയല്ലോ. അപ്പം ഞാൻ കുറച്ച് ഇംഗ്ലീഷും പഠിച്ചു, കമ്പ്യൂട്ടർ എൻ്റെ ഇംഗ്ലീഷും പഠിച്ചു. അതെ അതെ, അതൊരു വലിയ കാര്യമാണ്. പ്രോംപ്റ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ നമ്മൾ ChatGPT പോയി ഞാനൊന്നും ചെയ്തില്ല. അത്യാവശ്യം തീരെ ഗതിയില്ലെങ്കിൽ മൊത്തം ChatGPT പോകും. ചില കാര്യങ്ങൾ നമുക്ക് കിട്ടില്ല. പെട്ടെന്ന് ഇപ്പം ഇംഗ്ലീഷിൽ പറയാൻ നമുക്ക് അത്ര ഇതിൽ നോളജ് ഇല്ലാത്തതുകൊണ്ട് അരി ഇടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് കിട്ടില്ലല്ലോ. അത് കിട്ടില്ല. അഥവാ പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ഞാൻ ബുദ്ധിമുട്ടി കുറച്ച് കാര്യങ്ങളുണ്ട്. പ്ലംബിങ് വർക്കാണ് ഇതിലെ പിള്ളേരെ. അപ്പോൾ ഒരു ഈ മറ്റേ വേസ്റ്റ് ബിറ്റ് നന്നാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഞാൻ അടിച്ചു കൊടുത്താൽ ഇംഗ്ലീഷുകാരൻ്റെ സാധനം വരുള്ളൂ. നമ്മുടെ നാടൻ സാധനം നമ്മൾ 4 ചതുരത്തിൽ വില ഒരു ഷീറ്റ് വെച്ച സാധനമല്ലേ.
അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. എന്നാൽ ചില സമയത്ത് എനിക്ക് ഭയങ്കര അത്ഭുതമുണ്ട്. എൻ്റെ ഈ മോഡലുണ്ടല്ലോ, ഒറിജിനൽ മനുഷ്യനേക്കാൾ നന്നായിട്ട് അഭിനയിക്കും. ചിലപ്പോൾ നമുക്ക് വല്ല നമ്മുടെ ഒരു ഫീൽ കൊടുത്താൽ പതുക്കെ ചുണ്ട് വിടർന്ന് വരുന്നു, കണ്ണിലൊരു വല്ലാത്ത വരുന്നു, ഒരു തിളക്കം വരുന്നു. അങ്ങനെ ഒന്ന് കൊടുത്താൽ അത് കിട്ടുന്നൊരു ഫീല് ഭയങ്കര ഞെട്ടിപ്പോകും നമ്മൾ.